നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ വാസ്തുവിദ്യാ അത്ഭുതങ്ങളിൽ ഒന്നായ കൊളോൺ കത്തീഡ്രലിനെ കുറിച്ചും അതിന് പിന്നിലെ ഭയപ്പെടുത്തുന്ന ചില ചരിത്രങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ജർമ്മനിയിലെ കൊളോൺ നഗരം, റൈൻ നദിക്കരയിൽ ആകാശം മുട്ടി നിൽക്കുന്ന രണ്ട് കറുത്ത ഗോപുരങ്ങൾ. നോക്കുന്നവർക്ക് അതൊരു ഗോത്തിക് അത്ഭുതമാണ്, യുനെസ്കോയുടെ പൈതൃക സ്മാരകമാണ്. എന്നാൽ സന്ധ്യ കഴിഞ്ഞ് ഈ കത്തീഡ്രലിന്റെ നിഴലുകൾക്ക് താഴെ നിൽക്കുമ്പോൾ നിങ്ങളിൽ ഒരു ഭയം ഇഴഞ്ഞു കയറും. കാരണം ഇതിന്റെ ഓരോ കല്ലിലും ദൈവത്തിന്റെ സ്തുതിഗീതങ്ങളല്ല, മറിച്ച് പിശാചിന്റെ അട്ടഹാസങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ജർമ്മനിയിലുണ്ട്. 632 വർഷങ്ങൾ, 5-6 തലമുറകൾ പണിയെടുത്താൽ പോലും തീരാത്ത അത്രയും സങ്കീർണമായ നിർമ്മാണം. ആധുനിക യന്ത്രങ്ങളില്ലാത്ത ആ കാലത്ത് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത്തരമൊരു ഡിസൈൻ വിരിയുക സാധ്യമാണോ? ഇവിടെയാണ് കൊളോണിലെ ആ പഴയ നാടോടി കഥ തുടങ്ങുന്നത്. ഈ പള്ളിയുടെ മാസ്റ്റർ പ്ലാൻ ഒരു മനുഷ്യൻ തയ്യാറാക്കിയതല്ല. തന്റെ ആത്മാവ് പണയം വെച്ച് പിശാചുമായി അർദ്ധരാത്രിയിൽ ഒരു ശില്പി നടത്തിയ കരാറിന്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന ഈ വിസ്മയം. പിശാചുമായി ഉണ്ടാക്കിയ ആ കരാർ എന്തായിരുന്നു? ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു കൂറ്റൻ പള്ളി പണിയാൻ പിശാചിന് കഴിയുമോ? നൂറ്റാണ്ടുകളോളം ഈ പള്ളിയുടെ പണി പാതി വഴിയിൽ നിലച്ചുപോയത് കേവലം പണമില്ലാത്തതുകൊണ്ടാണോ? അതോ ആ ശാപത്തിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യമുണ്ടോ? ഈ പള്ളി പണി തീരുന്ന ദിവസം ലോകം അവസാനിക്കും എന്ന പിശാചിന്റെ ആ അവസാന താക്കീത് ഇന്നും കൊളോൺ നഗരത്തിന് മുകളിൽ ഒരു ഭീഷണിയായി തൂങ്ങിക്കിടക്കുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള ആ നിഗൂഢമായ പോരാട്ടത്തിന്റെ ചരിത്രത്തിലേക്ക്, കൊളോൺ കത്തീഡ്രലിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഇത് വിശ്വാസത്തിന്റെ മാത്രമല്ല, ഭയത്തിന്റെയും കഥയാണ്. ആയിരത്തി 248 കൊളോൺ നഗരം. അന്നത്തെ ഏറ്റവും പ്രശസ്തനായ വാസ്തുശില്പി മാസ്റ്റർ ഗെർഹാർഡിന് വലിയൊരു ദൗത്യം ലഭിച്ചു. ലോകം ഇതുവരെ കാണാത്തത്ര ഉയരമുള്ള അതിസങ്കീർണമായ ഒരു കത്തീഡ്രൽ നിർമ്മിക്കുക. രാത്രിയും പകലുമില്ലാതെ അദ്ദേഹം പ്ലാനുകൾക്കായി അധ്വാനിച്ചു. എന്നാൽ എത്ര പരിശ്രമിച്ചിട്ടും ആകാശത്തെ മുട്ടുന്ന ആ ഗോപുരങ്ങളുടെ ഡിസൈൻ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പരാജയഭീതി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം റൈൻ നദിക്കരയിൽ നിരാശനായിരുന്ന ഗെർഹാർഡിന് മുന്നിൽ ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെടുത്തുന്ന കണ്ണുകളും നിഗൂഢമായ പുഞ്ചിരിയുമുള്ള ആ മനുഷ്യൻ പിശാചായിരുന്നു. ഗെർഹാർഡിന്റെ മനസ്സിലെ ആഗ്രഹം തനിക്കറിയാമെന്ന് അയാൾ പറഞ്ഞു. അയാൾ തന്റെ കൈവശമുള്ള ഒരു തോൽ പാക്കറ്റ് തുറന്നു. അതിനുള്ളിൽ ഗെർഹാർഡ് സ്വപ്നത്തിൽ പോലും കാണാത്തത്ര മനോഹരമായ ഒരു കത്തീഡ്രലിന്റെ പൂർണ്ണ രൂപമുണ്ടായിരുന്നു. ഇതാണ് ലോകം തിരിയുന്ന ആ മാസ്റ്റർ പ്ലാൻ. ആ പ്ലാൻ സ്വന്തമാക്കാൻ ഗെർഹാർഡ് എന്തിനും തയ്യാറായിരുന്നു. പക്ഷേ പിശാച് ചോദിച്ചത് അത്ര നിസ്സാരമായ ഒന്നായിരുന്നില്ല. നിനക്ക് ഈ പ്ലാൻ ഞാൻ നൽകാം, നിന്റെ ആഗ്രഹം പോലെ ഈ പള്ളി ഞാൻ നിർമ്മിച്ചു നൽകാം, പക്ഷേ അതിനു പകരമായി നിന്റെ ആത്മാവിനെ എനിക്ക് നൽകണം. ഗെർഹാർഡ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പക്ഷേ പള്ളിയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ഭയത്തേക്കാൾ വലുതായിരുന്നു. ഗെർഹാർഡ് ഒടുവിൽ ഒരു പന്തയം മുന്നോട്ട് വെച്ചു. ഈ പള്ളി നീ ഒറ്റ രാത്രി കൊണ്ട് പണിതു തീർക്കണം. അതായത് നാളെ പുലർച്ചെ ആദ്യത്തെ പൂവൻകോഴി കൂവുന്നതിന് മുമ്പ് ഈ പള്ളിയുടെ അവസാന കല്ലും വെച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവിനെ നിനക്ക് കൊണ്ടുപോകാം. എന്നാൽ കോഴി കൂവുമ്പോൾ പണി തീർന്നില്ലെങ്കിൽ പ്ലാനും പള്ളിയും എന്റേതാകും. പിശാച് ആ വെല്ലുവിളി ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. സൂര്യൻ അസ്തമിച്ചതോടെ കൊളോൺ നഗരം ഇതുവരെ കാണാത്ത ദൃശ്യങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അദൃശ്യരായ ആയിരക്കണക്കിന് തൊഴിലാളികൾ നരകത്തിൽ നിന്നെത്തിയതുപോലെ പണി തുടങ്ങി. മണ്ണിൽ നിന്ന് കരിങ്കൽ തൂണുകൾ മുളച്ചു പൊങ്ങി. ഓരോ മിനിറ്റിലും കത്തീഡ്രൽ ആകാശത്തേക്ക് ഉയരുന്നത് ഗെർഹാർഡ് ഭീതിയോടെ നോക്കി നിന്നു. അമാനുഷികമായ വേഗത്തിൽ പണി പൂർത്തിയാക്കുന്നത് കണ്ടപ്പോൾ ഗെർഹാർഡ് തിരിച്ചറിഞ്ഞു, തന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ പോകുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു. ഓരോ സെക്കൻഡും ഗെർഹാർഡിന് തന്റെ അന്ത്യത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. സമയം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. കൊളോൺ നഗരം മുഴുവൻ ഉറങ്ങുമ്പോഴും റൈൻ നദിക്കരയിൽ അമാനുഷികമായ ആ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. മാസ്റ്റർ ഗെർഹാർഡ് ഓരോ നിമിഷവും ഭയത്താൽ വിറച്ചു. പിശാചിന്റെ തൊഴിലാളികൾ പള്ളിയുടെ അവസാനത്തെ ഗോപുരത്തിന്റെ പണിയിലേക്ക് കടക്കുകയാണ്. സൂര്യോദയത്തിന് ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. പന്തയത്തിൽ താൻ തോൽക്കുമെന്നും തന്റെ ആത്മാവ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു. ഗെർഹാർഡിന്റെ ഈ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സാഹസത്തിന് മുതിർന്നു. പിശാചിനെ കബളിപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് അറിഞ്ഞിട്ടും അവർ ഒരു തന്ത്രം മെനഞ്ഞു. അവർ വീടിന്റെ പിന്നാമ്പുറത്ത് പോയി ഒരു പൂവൻകോഴിയെ പോലെ അതീവ കൃത്യതയോടെ ശബ്ദമുണ്ടാക്കി.
നിശബ്ദമായ ആ രാത്രിയിൽ ആ ശബ്ദം നഗരം മുഴുവൻ മുഴങ്ങി. ഇത് കേട്ട് നഗരത്തിലെ മറ്റ് പൂവൻ കോഴികൾ നേരം വെളുത്തു എന്ന് കരുതി ഒന്നൊന്നായി കൂവാൻ തുടങ്ങി. പണി തീർക്കാൻ ഏതാനും കല്ലുകൾ മാത്രം ബാക്കി നിൽക്കെ കോഴികൾ കൂവുന്നത് കേട്ട് പിശാച് സ്തംഭിച്ചുപോയി. അസാധ്യം! ഇതിനകം സൂര്യൻ ഉദിച്ചോ എന്ന് അവൻ ആക്രോശിച്ചു. താൻ പന്തയത്തിൽ തോറ്റിരിക്കുന്നു എന്ന് കരുതിയ പിശാച് പണി പൂർത്തിയാകാതെ നിർമ്മാണ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനാകാൻ ഒരുങ്ങി. എന്നാൽ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കിയ പിശാചിന് ഒരു കാര്യം മനസ്സിലായി. സൂര്യൻ ഉദിച്ചിട്ടില്ല. ചന്ദ്രൻ ഇപ്പോഴും ആകാശത്തുണ്ട്. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ പിശാചിന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. ക്രോധം സഹിക്കാനാവാതെ പിശാച് പള്ളിയുടെ ഒരു ഭാഗം തകർക്കാൻ ശ്രമിച്ചു. പോകുന്ന പോക്കിൽ അവൻ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന രീതിയിൽ ആ ശാപം ഉച്ചരിച്ചു: ഈ പള്ളി പണി തീരുന്ന ദിവസം ലോകം അവസാനിക്കും. അതുവരെ ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല. ഈ ശാപത്തിന്റെ അലയൊലികൾ എന്നോണം പള്ളിയുടെ മുറ്റത്തെ ഒരു കല്ലിൽ പിശാച് ആഞ്ഞു ചവിട്ടി. ഇന്നും കൊളോൺ കത്തീഡ്രലിന് മുന്നിൽ പിശാചിന്റെ പാദമുദ്ര എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരടയാളം കാണാൻ സാധിക്കും. പിശാചിന്റെ ശാപം ഉടൻ തന്നെ ഫലിച്ചു തുടങ്ങി. പന്തയം ജയിച്ചെങ്കിലും മാസ്റ്റർ ഗെർഹാർഡിന് അതിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ മുകളിൽ നിന്ന് നിഗൂഢമായ സാഹചര്യത്തിൽ അദ്ദേഹം താഴേക്ക് വീണു മരിച്ചു. ചിലർ പറയുന്നത് പിശാച് നേരിട്ട് അദ്ദേഹത്തെ തള്ളിയിട്ടു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഭ്രാന്ത് പിടിച്ച് അദ്ദേഹം സ്വയം ചാടിയതാണെന്നും. ഗെർഹാർഡിനൊപ്പം പള്ളിയുടെ യഥാർത്ഥ മാസ്റ്റർ പ്ലാനും അപ്രത്യക്ഷമായി. ഈ സംഭവത്തിന് ശേഷം നൂറ്റാണ്ടുകളോളം പള്ളിയുടെ പണി മരവിച്ചുപോയി. ആരെങ്കിലും പണി തുടരാൻ ശ്രമിക്കുമ്പോഴേക്കും വലിയ അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നത് പതിവായി. പിശാചിന്റെ ശാപം ഈ കല്ലുകളിൽ ഇന്നും ജീവിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നൂറ്റാണ്ടുകളോളം ഈ പള്ളി ഒരു അസ്ഥികൂടം പോലെ പാതി വഴിയിൽ നിലകൊണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. മാസ്റ്റർ ഗെർഹാർഡിന്റെ മരണത്തോടെ കൊളോൺ കത്തീഡ്രലിന്റെ മുകളിൽ നിഗൂഢമായ ഒരു കരിനിഴൽ വീണതുപോലെയായിരുന്നു. പിശാചിന്റെ ശാപം വെറും ഒരു കഥയല്ലെന്ന് തോന്നിപ്പിക്കും വിധം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നായി സ്തംഭിച്ചു. 1473 പള്ളിയുടെ പണികൾ പൂർണ്ണമായും നിലച്ചു. ദക്ഷിണ ഗോപുരത്തിന് മുകളിൽ അന്ന് ഉപേക്ഷിക്കപ്പെട്ട ആ തടിക്രയിൽ അടുത്ത 400 വർഷത്തോളം കൊളോൺ നഗരത്തിന്റെ പരാജയത്തിന്റെ അടയാളമായി അവിടെ തന്നെ ഇരുന്നു. ഈ നീണ്ട സ്തംഭനാവസ്ഥയ്ക്ക് പിന്നിലെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒരു കൂറ്റൻ കത്തീഡ്രൽ പണിയുക എന്നത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമായിരുന്നു. തുടക്കത്തിൽ തീർത്ഥാടകരിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പണം കണ്ടെത്തിയിരുന്നെങ്കിലും പള്ളിക്ക് ചുറ്റുമുള്ള നിഗൂഢമായ കഥകൾ പ്രചരിച്ചതോടെ ധനസഹായം കുറഞ്ഞു. പിശാചിന്റെ പണം കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നതെന്ന പ്രചാരണം സാധാരണക്കാരെ പള്ളിയിൽ നിന്ന് അകറ്റി. പണമില്ലാതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഭയ്ക്ക് സാധിച്ചില്ല. യൂറോപ്പിൽ ഉണ്ടായ റീഫോർമേഷൻ പ്രസ്ഥാനം കത്തോലിക്ക സഭയുടെ അധികാരത്തെ ചോദ്യം ചെയ്തു. ഇത് കത്തീഡ്രലുകളുടെ നിർമ്മാണത്തിലുള്ള താൽപര്യം കുറച്ചു. കൂടാതെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് നെപ്പോളിയന്റെ സൈന്യം കൊളോൺ കീഴടക്കിയപ്പോൾ ഈ പള്ളിയെ അവർ ഒരു ധാന്യപ്പുരയായും കുതിരാലയമായും ഉപയോഗിച്ചു. കത്തീഡ്രലിന്റെ പവിത്രത നഷ്ടപ്പെട്ട ആ കാലത്ത് പണി പുനരാരംഭിക്കുന്നത് അസാധ്യമായിരുന്നു. പള്ളിപ്പണി തീർന്ന ദിവസം ലോകം അവസാനിക്കും എന്ന വാചകം കൊളോണിലെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പണി തുടരാൻ ശ്രമിച്ച ഒരു പ്രധാന ശില്പി കൂടി അപകടത്തിൽപ്പെട്ടതോടെ ഈ ഭയം ഇരട്ടിച്ചു. പള്ളിപ്പണി പൂർത്തിയാക്കുന്നത് ദൈവത്തിനെതിരാണോ അതോ പിശാചിന്റെ വിളയാട്ടമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പോലും തർക്കമുണ്ടാക്കി. ഗെർഹാർഡിനൊപ്പം പള്ളിയുടെ യഥാർത്ഥ നിർമ്മാണ പ്ലാനുകളും അപ്രത്യക്ഷമായത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പള്ളിയുടെ പകുതി പണി പൂർത്തിയായ സ്ഥിതിക്ക് യഥാർത്ഥ പ്ലാനില്ലാതെ മുകൾ ഭാഗം എങ്ങനെ നിർമ്മിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പള്ളി ഒരു പൂർണ്ണ രൂപമാകുന്നത് കാണാൻ തങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് കരുതിയ അന്നത്തെ തലമുറ കത്തീഡ്രലിനെ ഒരു അസ്ഥികൂടം പോലെ ഉപേക്ഷിച്ചു. കല്ലുകൾക്കിടയിൽ കാറ്റ് ചൂളം വിളിക്കുന്ന പാതിവഴിയിൽ തകർന്നു നിൽക്കുന്ന ആ വലിയ കെട്ടിടം അക്കാലത്ത് ഒരു പ്രേതാലയം പോലെയായിരുന്നു. എന്നാൽ ഈ ശാപം എങ്ങനെ തകർക്കപ്പെട്ടു? കൊളോൺ കത്തീഡ്രലിന്റെ ഭീമാകാരമായ പുറംഭിത്തികളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭക്തിയേക്കാൾ ഉപരി ഒരുതരം ഭയമായിരിക്കും പലർക്കും അനുഭവപ്പെടുക. ഗോത്തിക് വാസ്തുവിദ്യയുടെ വിസ്മയങ്ങൾക്കിടയിൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ചിരുന്ന നിഗൂഢമായ പല അടയാളങ്ങളും പിശാചിന്റെ ആ പഴയ കരാറിനെ ശരിവിക്കുന്നതാണോ എന്ന് ഇന്നും സംശയിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലും ഭിത്തികളിലും വാവിളർന്നു നിൽക്കുന്ന ഭീകര രൂപങ്ങളെ നമുക്ക് കാണാം. ഗാർഗോയിൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഇവയെ ശാസ്ത്രീയമായി മഴവെള്ളം ഭിത്തികളിൽ തട്ടാതെ പുറത്തേക്ക് കളയാനുള്ള ഓവുകളായാണ് എഞ്ചിനീയർമാർ കാണുന്നത്. എന്നാൽ ഇതിന് പിന്നിലെ സിംബോളിസം അല്പം ഭയപ്പെടുത്തുന്നതാണ്. ഒരു വശത്ത് തിന്മയെ പള്ളിക്കുള്ളിലേക്ക് കടക്കാതെ പുറത്തു തന്നെ തളച്ചിട്ടിരിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുമ്പോൾ,
മറുവശത്ത് പള്ളിയുടെ ഓരോ കോണിലും പിശാചിന്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ട് എന്ന ഐതിഹ്യത്തെ ഇത് ശരിവെക്കുന്നു. പകുതി മനുഷ്യനും പകുതി മൃഗവുമായി കുത്തിവെച്ചിട്ടുള്ള ഈ രൂപങ്ങൾ മനുഷ്യന്റെ ഉള്ളിലെ മൃഗീയ വാസനകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. മറ്റൊരു വിചിത്രമായ സത്യം ഈ പള്ളിയുടെ നിർമ്മാണം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ്. 1880 പണി പൂർത്തിയായി എന്ന ലോകത്തോട് പ്രഖ്യാപിച്ചെങ്കിലും ഇന്നും കൊളോൺ കത്തീഡ്രലിൽ അറ്റകുറ്റപ്പണികളോ ചെറിയ നിർമ്മാണങ്ങളോ നടക്കാത്ത ഒരു ദിവസം പോലുമില്ല. റോംബാവു ഹട്ടെ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ശില്പികളുടെ സംഘം വർഷം മുഴുവൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പള്ളിയിലെ കല്ലുകൾക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായ കേടുപാടുകൾ തീർക്കുക എന്നതിനപ്പുറം നിർമ്മാണം പൂർത്തിയായാൽ ലോകം അവസാനിക്കും എന്ന പിശാചിന്റെ ആ പഴയ ശാപത്തെ തടയാനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഈ അനന്തമായ നിർമ്മാണം എന്ന് വിശ്വാസികൾ ഇന്നും ചോദിക്കുന്നു. പള്ളി എന്നും അല്പമെങ്കിലും പണി തീരാത്ത അവസ്ഥയിൽ നിലനിർത്തുന്നത് ഒരു സുരക്ഷാ കവചമായാണ് പലരും കരുതുന്നത്. സാധാരണ സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പള്ളിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഭയാനകമായ കറുപ്പ് നിറം വന്നത് എന്നത് ഒരു വലിയ നിഗൂഢതയാണ്. മലിനീകരണവും അമ്ലമഴയും കാരണമാണ് ഈ നിറമാറ്റം എന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോഴും പള്ളിക്ക് ചുറ്റുമുള്ള നിഗൂഢമായ പുകമറ പിശാചിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണെന്ന് ചില പഴയ നാടോടി കഥകൾ ഇന്നും സമർത്ഥിക്കുന്നു. ഈ കറുത്ത നിറം കത്തീഡ്രലിന്റെ ഗാംഭീര്യത്തിനൊപ്പം ഒരു നിഗൂഢമായ വന്യതയും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കത്തീഡ്രലിന്റെ ഘടനയിൽ പലയിടത്തും 6 എന്നക്കം ആവർത്തിച്ചു വരുന്നത് ചില എഞ്ചിനീയർമാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ഗോത്തിക് വാസ്തുവിദ്യയിലെ കൃത്യതയുടെ ഭാഗമാണോ അതോ ശില്പി മാസ്റ്റർ ഗെർഹാർഡ് പിശാചിനായി ഒളിപ്പിച്ചു വെച്ച രഹസ്യ അടയാളങ്ങളാണോ എന്നത് ഇന്നും തർക്കവിഷയമാണ്. ഈ പള്ളി ഇന്നും ലോകത്തോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട പുണ്യഭൂമിയാണോ അതോ പിശാചിന്റെ ശാപം പേറുന്ന കരിങ്കൽ വിസ്മയമോ? ഇതിനുള്ള ഉത്തരം തേടി കോടിക്കണക്കിന് ആളുകൾ ഇന്നും ഈ നിഴലുകൾക്കിടയിലൂടെ നടക്കുന്നു. കൊളോൺ കത്തീഡ്രലിന്റെ ചരിത്രം കേവലം നിർമ്മാണത്തിൻ്റെത് മാത്രമല്ല, അതിഭീകരമായ ആക്രമണങ്ങളെ അതിജീവിച്ചതിൻ്റെയും കൂടെയാണ്. നൂറ്റാണ്ടുകളോളം പ്രകൃതിയോടും മനുഷ്യനോടും പോരാടിയാണ് ഈ കരിങ്കൽ വിസ്മയം ഇന്ന് നിലകൊള്ളുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2ാം ലോക മഹായുദ്ധകാലത്തെ ആക്രമണങ്ങളായിരുന്നു. 1940കളിൽ സഖ്യകക്ഷികൾ ജർമ്മനിക്ക് മേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊളോൺ നഗരം അക്ഷരാർത്ഥത്തിൽ ചാരമായി മാറി. ഏകദേശം 262 തവണയാണ് നഗരത്തിനു നേരെ ബോംബ് ആക്രമണം ഉണ്ടായത്. അതിശയിപ്പിക്കുന്ന വസ്തുത ഇതാണ്: കത്തീഡ്രലിന് മേൽ നേരിട്ട് 14 ഭീമൻ വ്യോമ ബോംബുകൾ പതിച്ചു. പള്ളിയുടെ ഉൾവശത്തെ പല ഭാഗങ്ങളും തകർന്നു വീഴുകയും മനോഹരമായ പല സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകളും തകരുകയും ചെയ്തു. എങ്കിലും ഈ ഇരട്ട ഗോപുരങ്ങൾ മാത്രം നിലംപൊത്തിയില്ല. പലപ്പോഴും പൈലറ്റുമാർ കത്തീഡ്രലിനെ ലക്ഷ്യം വെക്കാതിരുന്നത് അതൊരു നാവിഗേഷൻ പോയിന്റായി അവർക്ക് സഹായകരമായി എന്നതുകൊണ്ടാണ്. എങ്കിലും ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ കത്തിയമർന്നപ്പോഴും കത്തീഡ്രൽ അതിജീവിച്ചത് ഒരു അത്ഭുതമായി ഇന്നും വിശേഷിക്കപ്പെടുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് 1794 ഫ്രഞ്ച് വിപ്ലവ സൈന്യം കൊളോൺ കീഴടക്കിയപ്പോഴും കത്തീഡ്രൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കും അവഗണനയ്ക്കും ഇരയായി. നെപ്പോളിയന്റെ സൈന്യം ഈ പവിത്രമായ പള്ളിയെ ഒരു സാധാരണ കെട്ടിടമായി കണ്ട് അതിനെ ഒരു കുതിരാലയമായും ധാന്യപ്പുരയായും മാറ്റി. പള്ളിക്കുള്ളിലെ വിലയേറിയ പല വസ്തുക്കളും അവർ കൊള്ളയടിക്കുകയും വിഗ്രഹങ്ങൾക്കും ശില്പങ്ങൾക്കും കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഭക്തിയേക്കാൾ ഉപരി അധികാരത്തിന്റെ അടിച്ചമർത്തലാണ് അന്ന് ആ ഭിത്തികൾ സാക്ഷ്യം വഹിച്ചത്. 19ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിലും കത്തീഡ്രൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ജർമ്മനിയിലെ ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ പള്ളിയുടെ ജനലുകൾക്ക് നേരെ കല്ലേറുണ്ടാവുകയും പുറം ഭിത്തികളിലെ പല സൂക്ഷ്മമായ ശില്പങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. ഇന്നും കൊളോൺ കത്തീഡ്രലിന്റെ ഭിത്തികൾ കറുത്തിരിക്കുന്നത് മലിനീകരണം കൊണ്ട് മാത്രമല്ല, മറിച്ച് യുദ്ധകാലത്ത് നഗരത്തിലുണ്ടായ കനത്ത തീപിടുത്തങ്ങളിൽ നിന്ന് പുകയും ചാരവും ആ കരിങ്കല്ലുകളിൽ ആഴത്തിൽ പിടിച്ചതുകൊണ്ടാണ്. ആ കറുത്ത നിറം യഥാർത്ഥത്തിൽ യുദ്ധം നൽകിയ മുറിപ്പാടുകളാണ്. ഈ ആക്രമണങ്ങളെയെല്ലാം അതിജീവിച്ച് കത്തീഡ്രൽ ഇന്ന് നിലകൊള്ളുന്നത് പ്രത്യാശയുടെ പ്രതീകമായാണ്. പിശാചിന്റെ ശാപം കൊണ്ടോ മനുഷ്യന്റെ ക്രൂരത കൊണ്ടോ ഈ കെട്ടിടത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഓരോ ആക്രമണവും തെളിയിച്ചു. മാസ്റ്റർ ഗെർഹാർഡിന്റെയും പിശാചിന്റെയും കഥ വെറും ഒരു മധ്യകാല നാടോടി കഥയായി നമുക്ക് തള്ളിക്കളയാം. എന്നാൽ 632 വർഷങ്ങൾ നീണ്ട ഈ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ഇന്നും ആധുനിക ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വെറുമൊരു കെട്ടിടം എന്നതിലുപരി ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ സാക്ഷ്യപത്രമാണ് കൊളോൺ കത്തീഡ്രൽ. ആ ഇരട്ട ഗോപുരങ്ങൾക്ക് താഴെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പൊതിയുന്നത് ആത്മീയമായ ഒരു ശാന്തതയാണോ അതോ പിശാചിന്റെ നിഴൽ വീണ ഒരു ഭൂതകാലത്തിന്റെ അസ്വസ്ഥതയാണോ എന്നത് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ മഹാനിർമ്മിതിയുടെ ഓരോ കല്ലിലും പതിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ കഠിനാധ്വാനമാണ്.
എങ്കിലും നൂറ്റാണ്ടുകളോളം പണി പൂർത്തിയാകാതെ അതൊരു അസ്ഥികൂടം പോലെ നിന്നു എന്നതും പണി പൂർത്തിയാകുന്ന ദിവസം ലോകം അവസാനിക്കും എന്ന ശാപവും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് ഈ കത്തീഡ്രലിന് ഒരു നിഗൂഢ പരിവേഷം നൽകുന്നു. പിശാചിന്റെ ശാപം ഭയന്നാണോ അതോ പൈതൃകം സംരക്ഷിക്കാനാണോ ഇന്നും ഈ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാനിക്കാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് മനുഷ്യന്റെ ഭയത്തെയും വിശ്വാസത്തെയും ഒരേപോലെ പിടിച്ചു നിർത്താൻ ഈ കരിങ്കൽ വിസ്മയത്തിന് കഴിയുന്നു എന്നതാണ്. ഈ നിഗൂഢമായ ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിഹാസങ്ങൾ പറയുന്നത് പോലെ പിശാചിന്റെ ശാപം ഈ കല്ലുകളിൽ ഇന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ടോ? അതോ മനുഷ്യന്റെ അസാമാന്യമായ വാസ്തുവിദ്യാ കഴിവിനെ മഹത്വവൽക്കരിക്കാൻ കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണോ ഇവ? നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചരിത്രത്തിന്റെയും മിസ്റ്ററിയുടെയും ഈ കൂടിച്ചേരൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ലോകത്തിലെ ഇതുപോലുള്ള കൂടുതൽ വിസ്മയങ്ങളെയും നിഗൂഢതകളെയും കുറിച്ചുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. മറ്റൊരു നിഗൂഢ ചരിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.